ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സാംസങ്ങിൻ്റെ 55 ഇഞ്ച് 4K ടി വി ആണ്. HDR സപ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു ടി വി ആണ് ഈ ഒരു ടി വി. ഇതിൽ സ്മാർട്ട് തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാംസങ്ങിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഒരു ടി വി സാംസങ് ഡിവൈസ് എല്ലാം മൊബൈലിലൂടെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. RU7100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണിത്. 7 സീരീസാണ്. UHD ടി വി ആണ് ഈ ഒരു ടി വി. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 65,700 റുപ്പീസാണ് ഫ്ലിപ്കാർട്ടിലെ പ്രൈസ് കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് ഈ ടി വിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. എന്തൊക്കെയാണ് ടി വിയുടെ പ്രത്യേകതകൾ, ഈ ടി വിയിലുള്ള കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ്, ഒന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. സൈഡിൽ നമുക്ക് ഇതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. സീരീസ് 7 എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബാർകോഡിൽ അവരുടെ വാറണ്ടി ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെയാണ്. ബോക്സിൻ്റെ അടുത്ത സൈഡിൽ UHD ടി വി എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലുള്ള കണ്ടൻറ്റുകളും ഇതിലെന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് ഒരു ടി വി അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ടി വിയുടെ ബോക്സ് ഓപ്പൺ ചെയ്യണം എന്നുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് തന്നെ വീഡിയോ വളരെയധികം ഒരു ഷെയ്ക്ക്നെസ് അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ടി വി പുറത്തെടുക്കാം, എന്നിട്ട് ടി വി ബോക്സിലുള്ള എന്തൊക്കെയാണ് കണ്ടൻറ്റുകളെന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിപ്പോൾ പരിചയപ്പെടാം. ഓക്കെ, ഞാനിപ്പോൾ ടി വി പുറത്തെടുത്തു. ഇനി ബോക്സിലുള്ള കണ്ടൻറ്റുകൾ എടുത്ത് നോക്കിയതാണെങ്കിൽ നമുക്കിവിടെ ഒരു പാക്കിൽ ഇതിൻ്റെ കണക്റ്റേഴ്സ്, ബുക്ക്ലെറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതായത് ചെറിയ കണക്റ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ബുക്ക്ലെറ്റ്സ്, വാറണ്ടി കാർഡ് എന്നിവയുള്ളവയാണ് നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തതായി ഇതിൻ്റെ കൂടെ വരുന്ന വേറൊരു മെയിൻ ഒരു സാധനം ഇതിൻ്റെ റിമോട്ട് തന്നെയാണ്. ഒരു സ്മാർട്ട് ടി വി ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിമോട്ടിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെയും അതായത് ആമസോൺ പ്രൈം വീഡിയോ ഇതൊക്കെ ഡെഡിക്കേറ്റഡ് ബട്ടൺ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു റിമോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടി വിയെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതിൽ ഒരു ചെറിയ പോരായ്മ തോന്നിയത് ഇതിലൊരു ബ്ലൂടൂത്ത് ഇല്ല എന്നുള്ളതാണ്. നമുക്കിനി റിയർ സൈഡിലുള്ള പോർട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കാം. റിയർ സൈഡിൽ നമുക്കൊരു ഒപ്റ്റിക്കൽ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓഡിയോ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 2 USB കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 3 HDMI പോർട്ടും കൂടെ ഉണ്ട്. പിന്നെ ഒരു ലാൻ പോർട്ടും കൂടെ ഉണ്ട്. ലാൻ പോർട്ട് ഉണ്ടെങ്കിൽ ഇതിൽ വൈഫൈ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വൈഫൈയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ടി വി ഇപ്പോൾ ഓൺ ചെയ്ത സമയം നമുക്ക് അതിലേക്ക് HDMIയിലേക്ക് കണക്ഷൻ കൊടുക്കാത്തത് കൊണ്ട് അൺനോൺ കണക്ഷൻ, നോൺ കണക്ഷൻ എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഈ ഒരു ഇൻ്റർഫേസിലാണ് നമുക്ക് ടി വി കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതൊരു ആൻഡ്രോയിഡ് ടി വി അല്ല, സാംസങ്ങിൻ്റെ തന്നെ അവരുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ടൈസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ ഒരു ഇൻ്റർഫേസിലാണ് നമുക്ക് ടി വിയുടെ കണക്ടിവിറ്റി ഒരു ഡിസൈൻ കാണാൻ വേണ്ടി പറ്റുക. ഇതിൽ നമുക്ക് സെറ്റിങ്സിലും കാര്യങ്ങളിലൊക്കെ പോയതാണെങ്കിൽ നമുക്ക് ഓഡിയോ സെറ്റിങ്സ്, വീഡിയോ സെറ്റിങ്സ് എന്നിവയൊക്കെ നമുക്ക് ഇവിടെ നിന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് പിക്ചർ ടു പിക്ചർ മോഡ്, സൗണ്ട് മോഡ്, ജനറൽ മോഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സെറ്റിങ്സ് മോഡിൽ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ റിമോട്ടിൽ ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് സെറ്റിങ്സ് വേണമെങ്കിൽ നെറ്റ്വർക്ക് സെറ്റിങ്സ് കൊടുക്കാം. അതായത് വൈഫൈ ആണോ, വയർഡ് കണക്ഷൻ ആണോ, അങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സും നമുക്ക് ഈ ഒരു സെറ്റിങ്സ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ നമുക്ക് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് അബൌട്ട് ടി വി സെക്ഷനിൽ നോക്കിയതാണെങ്കിൽ സാംസങ്ങിൻ്റെ മോഡൽ നമ്പർ, സീരിയൽ നമ്പർ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. എന്തുകൊണ്ട് നമുക്കൊന്ന് സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ നോക്കിയ സമയത്ത് അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തു. അതിനുശേഷം ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് ഇൻബോക്സിൽ തന്നെ ഉള്ളതെന്നുള്ള രീതിയിലാണ് കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. പുതിയൊരു അപ്ഡേറ്റ് എന്തെങ്കിലും വന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടി വി ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ്. ഒരു നല്ലൊരു സ്റ്റൈലിഷ് ടി വിയാണ്, ഒരു കോസ്റ്റ് എഫക്റ്റീവ് ടി വിയാണ്. വെറും ഒരു 65,000 റുപ്പീസ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൈസിനൊരു വർത്തായിട്ടുള്ള ഒരു 4K ടി വി തന്നെയാണ്. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഇതിൽ ഇൻ്റർനെറ്റ് ബ്രൗസറാണ്. ഓക്കെ, പിന്നെ നെറ്റ്ഫ്ലിക്സ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 4K ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയും ഇതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം റേറ്റ് നോക്കിയതാണെങ്കിൽ 100 ഫ്രെയിം പെർ സെക്കൻഡാണ് ഇതിൽ വരുന്നത്. ഫ്രെയിം റേറ്റ് നല്ലൊരു റിഫ്രഷിംഗ് റേറ്റ് തന്നെയാണ് ഇതിൽ ഉള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൈം വീഡിയോ ഇതൊക്കെ ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഉണ്ടായതുകൊണ്ട് ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു പോരായ്മ എനിക്കിത് കാണുന്നത് ഇതിലൊരു ബ്ലൂടൂത്ത് ഇല്ലാത്തത് കൊണ്ട് എക്സ്റ്റേണൽ ബ്ലൂടൂത്ത് കീബോർഡോ അല്ലെങ്കിൽ മൗസോ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഒരു ചെറിയൊരു ഇത് എനിക്ക്
ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫോൺ യൂസ് ചെയ്തിട്ട്, ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തിട്ട് സാംസങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ടി വിയെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിൽ ആപ്പിളിൻ്റെ എയർപ്ലേ ഉണ്ടായതുകൊണ്ട് തന്നെ ആപ്പിൾ ഡിവൈസ് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ ആപ്പിൾ ടി വി ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം മൂവി കളക്ഷൻസ് നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോഴുള്ള ആപ്പിൾ ടി വിയിൽ ഓരോ വീഡിയോ കാണണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. നെക്സ്റ്റ് മന്ത് മുതൽ നവംബർ ഫസ്റ്റ് വീക്ക് മുതൽ നമുക്ക് വെറും ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ ആപ്പിൾ ടി വി കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സ്പീഡിൽ തന്നെയാണ് ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ യൂട്യൂബിൽ ഞങ്ങളെ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചാനലൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈൻ, അതായത് ആൻഡ്രോയിഡ് ടി വിയിലൊക്കെ കാണുന്ന രീതിയിലുള്ള യൂട്യൂബ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി പറ്റുന്നത്. TVOS ആയിട്ടുള്ള യൂട്യൂബ് തന്നെയാണ്. ഓക്കെ, പിന്നെ എനിക്ക് ഇതിൽ വേറൊരു കാര്യം, ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഇതിലുള്ള ടോട്ടൽ മെമ്മറി കപ്പാസിറ്റിയാണ്. ഇതിൽ 1 GB ആണ് ഇവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് പോരാ എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. സാംസങ് മാതിരി ഒരു 4K TV ആകുന്ന സമയത്ത് മിനിമം ഒരു 8 GB എങ്കിലും അവർക്ക് കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ സെക്ഷനിൽ പോയതാണെങ്കിൽ നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻ കാണാം. അതുമാത്രമല്ല നമുക്ക് എക്സ്ട്രാ ആപ്ലിക്കേഷൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് സാംസങ്ങിൻ്റെ തന്നെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.